Hi everyone, welcome back to Exam by Puzzle Mania episode 4. സോ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഒരു ക്യൂബിക്കൽ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു ആൻഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ആൻഡിന് അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോർണറിലോട്ട് എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യണം. ആൻഡിന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല, ആൻഡിന് സർഫസിലൂടെ മാത്രമേ പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യൂബിക്കൽ റൂമിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ജേണി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആൻഡ് ട്രാവൽ ചെയ്യേണ്ട ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഇത് കണ്ടെത്താനാണ് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ക്യൂബ് എടുത്തിട്ടുണ്ട്. സോ ഇതിൽ തന്നെ നമുക്ക് കൃത്യമായി അത് ആ ഒരു ജേണി ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ കാണിക്കാം. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ ഒരു കോർണറിലാണ് നമ്മുടെ ആൻഡ് നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു കോർണറിലോട്ടാണ് പോകേണ്ടത്. ദാറ്റ് മീൻസ് ഈ ഒരു പൊസിഷൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനാണ് വരിക. സോ ഞാൻ ഇവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ ഇപ്പോൾ ഇതൊരു 3D ഷേപ്പാണ്, ഇതിനെ ഞാൻ 2Dയിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ 2Dയിലോട്ട് മാറ്റുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ഏത് 2 പോയിന്റിലേക്കാണ് ഞാൻ ട്രാവൽ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എനിക്ക് ഇത് 2D ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 പോയിന്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 2 പോയിന്റ്സ്. ഓക്കെ. അപ്പോൾ ഇത് ഔട്ടർ സർഫസ് ആണ്. ഉള്ളിലൂടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇനീഷ്യലും അതുപോലെ തന്നെ ഫൈനൽ പൊസിഷനും ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്കറിയാം ഈ ഒരു ക്യൂബിൻ്റെ 1 സൈഡ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സോ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആയിരിക്കും. ഇവിടെ വരെയുള്ള ലെങ്ത്തും 10 മീറ്റർ ആയിരിക്കും. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ലെങ്ത്തും 10 മീറ്റർ ആയിരിക്കും. അപ്പോൾ 10 + 10 ടോട്ടൽ എന്ത് ചെയ്യും? 20 മീറ്റർ നമുക്ക് വരും. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. സർഫസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാണുന്ന രൂപത്തിന് നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോമായി കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. നമുക്ക് അവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ് കാണേണ്ടത്. ഈസി ആയിട്ട് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. സോ √10² + 20² ആണ് വരിക. സോ ദാറ്റ് മീൻസ് 100 + 20² 400 ആണ്. ദാറ്റ് മീൻസ് √500 ആണ്. √500നെ നമുക്ക് 10√5 മീറ്റർ എന്നുള്ള രൂപത്തിലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ 10√5 ആണ് നമുക്കിവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ പലരും ചിന്തിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഡയഗണലിലൂടെ വന്നു അതിനുശേഷം ഇങ്ങനെ ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി നമ്മളിവിടെ ചിന്തിക്കേണ്ടത് നമുക്ക് 2 പോയിന്റ് തമ്മിൽ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ 2 പോയിന്റ് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോസിബിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. സോ അതാണ് ഇവിടുത്തെ ഒരു വോൾ ഐഡിയ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ലെങ്ത്തിൻ്റെ ഹാഫിലൂടെ ആയിരിക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഉറുമ്പ് ഈ ഒരു സർഫസിലൂടെ എന്ത് ചെയ്യുക? പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. നോക്കാം. 5 പെർഫെക്റ്റ്ലി റാഷണൽ ഗ്രീഡി പൈറേറ്റ്സ് ranked A to E, with A being the most senior, must divide 100 gold coins. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. 5 പൈറേറ്റ്സ് ഉണ്ട്. എ മുതൽ ഇ വരെയാണ് ABCDE. അപ്പോൾ എ ആണ് മോസ്റ്റ് സീനിയർ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ 100 ഗോൾഡ് കോയിൻ ഉണ്ട്. ഈ 100 ഗോൾഡ് കോയിൻ എന്ത് ചെയ്യണം? അവരുടെ ഇടയിൽ ഡിവൈഡ് ചെയ്യണം. ഇനി ദ മോസ്റ്റ് സീനിയർ പൈറേറ്റ് പ്രൊപ്പോസസ് എ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എവ്രി വൺ ഇൻക്ലൂഡിംഗ് ദ പ്രൊപ്പോസർ വോട്ട്സ്. If the plan receives at least 50% approval, it passes. If not, the proposer is thrown overboard and the next most senior make a proposal. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഈക്വലി അല്ല ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു പ്രൊപ്പോസൽ പ്ലാൻ അല്ലെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാന് കൃത്യമായിട്ട് പറയാം. അപ്പോൾ അത് 50% പേരെങ്കിലും മിനിമം അതിനോട് യോജിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊപ്പോസൽ പാസ്സാവും. ഇനി 50% പേര് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ പ്രൊപ്പോസ് ചെയ്ത ആളെന്ത് ചെയ്യും? കടലിലേക്ക് വലിച്ചെറിയപ്പെടും. അതാണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്ലാൻ പ്രൊപ്പോസ് ചെയ്യാണ്. അപ്പോൾ എയും ബിയും മാത്രം അതിനോട് യോജിച്ചു, സിയും ഡിയും ഇയും അതുപോലെ തന്നെ എന്ത് ചെയ്തു? അതിനോട് വിയോജിച്ചു. ദാറ്റ് മീൻസ് അവിടെ 50% വോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എക്ക് കിട്ടുന്നില്ല. ഒബ്വിയസ്ലി ഞാൻ എന്ത് ചെയ്യും? കടലിലേക്ക് അവർ വലിച്ചെറിയും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ പിന്നാലെ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ബിയും സിയും ഡിയും ഇയും മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്തൊരു പ്ലാൻ ആയിരിക്കും പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ബി ആയിരിക്കും. കാരണം പിന്നെ മോസ്റ്റ് സീനിയർ ആയിട്ട് വരുന്നത് ബി ആണ്. ഇനി each pirate strictly prioritizes their own survival first, maximizing their personal gold second, and eliminating others third. To survive and maximize his haul, what exact split should pirate A propose? അപ്പോൾ ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അവരുടെ സർവൈവൽ ആണ് അല്ലേ, അവർ ജീവിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ സർവൈവൽ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം അവർക്ക് കിട്ടുന്ന ഗോൾഡ് ആണ് അല്ലെ, ഗോൾഡ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യുക, ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പുറത്താക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് എ എന്ത് ചെയ്യാണ്, ഒരു പ്ലാന് പ്രൊപ്പോസ് ചെയ്യാണ്. അപ്പൊ എനെ സംബന്ധിച്ച് അതെന്ത് ചെയ്യണം, ലോജിക്കൽ ആവണം. ബാക്കിയുള്ളവർ അതെന്ത് ചെയ്യണം, അതായത് മിനിമം 50% ആണെങ്കിലും അത് അക്സെപ്റ്റും ചെയ്യണം. അങ്ങനെ ഈ ഒരു കേസ് ഓക്കെ ആയിട്ട് വരുന്ന ആ ഒരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്ക് മാക്സിമം എത്ര കോയിൻ കിട്ടാം, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ആ ഒരു പ്ലാൻ സ്ട്രാറ്റജൈസ് ചെയ്യുക, ഇതാണ് ഈ ഒരു പസിലായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, കുറച്ചൊരു ലെങ്തി പസിലാണ്. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവർ ആ ഒരു പ്ലാനുകൾ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ എക്ക് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് വരുന്ന രൂപത്തിൽ എ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യണം. ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ എന്ത് പ്ലാൻ ആയിരിക്കും അവിടെ എടുക്കേണ്ടതായിട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇതിന്റെ സൊല്യൂഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പിസോഡ് 5 പസിൽ മാനിയ എപ്പിസോഡ് 5 നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ പസിൽ സിസ്റ്റം ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.